2 ഷർട്ടിന് വെറും 740 രൂപയുള്ളൂ. 740 രൂപ രണ്ടെണ്ണത്തിനോ? ആ അതെ ചേട്ടാ, ഈ ലേഡീസിനുള്ള ഐറ്റംസ് ഉണ്ടാ. ഇത് കണ്ടോ, ഏറ്റവും പുതിയ ചുരിദാർ സെറ്റുകൾ, നല്ല ക്വാളിറ്റി, അഫോർഡബിൾ പ്രൈസ്. നൈസ്. അങ്ങനെ സോൾട്ട് ഫാഷനിൽ എല്ലാ ഓഫറാണ്. ദ സോൾട്ട് ഫാഷൻ നിയർ ശ്രീനാരായണ ഹാൾ, ചുള്ളിക്കൽ, കൊച്ചി. ആലുവയിൽ സെക്യൂരിറ്റി ജീവനക്കാരന് മർദ്ദനം. ആലുവയിൽ സെക്യൂരിറ്റി ജീവനക്കാരന് ക്രൂരമർദ്ദനം. കാർ പാർക്ക് ചെയ്യുന്നിടത്ത് നിന്നും സ്കൂട്ടർ മാറ്റി പാർക്ക് ചെയ്യാൻ ആവശ്യപ്പെട്ടതിനാണ് 73കാരനെ ക്രൂരമായി മർദ്ദിച്ചതെന്ന് പരാതി. ആലുവ പെരുമ്പാവൂർ ദേശസർക്കാർ റോഡിൽ ചെമ്പകശ്ശേരി ജംഗ്ഷന് സമീപത്തെ കൊച്ചിൻ സൂപ്പർ മാർക്കറ്റിന് മുന്നിലായിരുന്നു സംഭവം. യുവാക്കൾ ആക്രോശിച്ചതായും അസഭ്യം പറഞ്ഞതായും മർദ്ദനമേറ്റ ബാലകൃഷ്ണൻ പറഞ്ഞു. ഞാൻ അവര് ടൂ വീലറായിട്ട് വന്ന സമയത്ത് കാർ പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്നും ഒന്ന് നീക്കി വയ്ക്കണം എന്ന് പറഞ്ഞതിൽ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ, എനിക്കിപ്പോൾ ഇവിടെ വയ്ക്കാൻ അതിനുള്ള സൗകര്യമുള്ളൂ, നീ ആരടാ ചോദിക്കാൻ, ഇത് ഞങ്ങൾ കടയിൽ വന്നതാണ്, നിനക്ക് കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ നീ വേറെ ആരോടെങ്കിലും ചെന്ന് പറടാ എന്നൊക്കെ ഉള്ള ഒരു സംസാരം, അനാവശ്യമായിട്ടുള്ള സംസാരങ്ങൾ എന്നോട് സംസാരിച്ചു. കൂടാതെ മിൽമ വണ്ടി ഓടിക്കുന്നവൻ പൈസക്ക് വേണ്ടിയിട്ടാണ് സൂപ്പർ മാർക്കറ്റിൽ വന്നത്. അവൻ പൈസയും വാങ്ങിച്ച് പുറത്ത് വന്നപ്പോൾ അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരനോട് എന്താടാന്ന് ചോദിച്ചു. അവൻ എന്തോ മറുപടി പറഞ്ഞു. അതിനുശേഷം ഇവൻ എന്നെ പിടിച്ച് തള്ളുകയും എൻ്റെ നെഞ്ചത്തിട്ട് ഇടിക്കുകയും എൻ്റെ കണ്ണട തെറിച്ചു പോവുകയും കണ്ണടയുടെ ഒരു സ്റ്റഡി ബോൾട്ട് ഒടിഞ്ഞു പോവുകയും കൂടാതെ ആ ഒടിഞ്ഞു പോയ ഭാഗത്ത് ഒരു ചെറിയ പരിക്ക് ഏൽക്കുകയും ചെയ്തു. തന്നെ പിടിച്ച് തള്ളി നെഞ്ചിൽ മർദ്ദിച്ചു, കണ്ണട തട്ടിത്തെറിപ്പിച്ചു, ചുണ്ടിനും പല്ലിനും പരിക്കേറ്റു. സൂപ്പർ മാർക്കറ്റിലെ മാനേജറാണ് തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയതെന്നും രാത്രി വീട്ടിൽ വന്ന ശേഷം നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് വീണ്ടും ആശുപത്രിയിൽ പോകേണ്ടി വന്നതായും അദ്ദേഹം പറഞ്ഞു. വണ്ടി മാറ്റി പാർക്ക് ചെയ്യാൻ ആവശ്യപ്പെടുക മാത്രമാണ് ചെയ്തത്. ഉപജീവനത്തിന് വേണ്ടിയാണ് താൻ ഈ പ്രായത്തിലും സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്നത്. യൂത്ത് കോൺഗ്രസ് നേതാവ് മുൻപും അച്ഛനുമായി തർക്കിച്ചിട്ടുണ്ടെന്ന് ബാലകൃഷ്ണന്റെ മകൻ പറഞ്ഞു. സാറ് വന്നു, സാറിനടുത്ത് കാര്യങ്ങൾ പറഞ്ഞു, പരാതി കൊടുക്കാൻ പറഞ്ഞു, വീഡിയോ ക്ലിപ്പ് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. അതൊക്കെ ചെയ്തു. അതിനുശേഷം പോലീസുകാർ ഈ ഇജാസ് എന്ന വ്യക്തിയെ വിളിക്കുകയും അപ്പോൾ അവൻ വണ്ടിയിൽ പോയിക്കാണ് 4:30 വരാമെന്ന് പറയുകയും അതുമൂലം അവന് വേണ്ടിയിട്ട് ഞങ്ങൾ 4:30 വീണ്ടും അച്ഛനെയും കൊണ്ട് ചെന്നു. അപ്പോൾ അവൻ്റെ കുറച്ച് യൂത്ത് കോൺഗ്രസിൻ്റെ കുറച്ച് കൂട്ടുകാരും പ്രവർത്തകരും അവൻ്റെ കുറച്ച് റിലേറ്റീവ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങൾ രണ്ടാമത് പോലീസുകാരെ കൊണ്ട് വിളിപ്പിക്കുകയും അവൻ ഒരു 5:30 വരികയും ചെയ്തു. അപ്പോൾ CI പറഞ്ഞു കേസെടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ്റെ കയ്യിൽ ഇവിടെ ഒരു മുഴ കണ്ട കാരണം എക്സ്റേ എടുത്തിട്ട് വരാം, എന്നിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതും കൂടി ചേർക്കാമല്ലോ എന്ന് പറഞ്ഞ് എക്സ്റേ എടുക്കാൻ പോയി. ഞങ്ങൾ അരമണിക്കൂറിനകം എക്സ്റേ എടുത്ത് വന്നപ്പോൾ ഈ പ്രതിയെ അവിടെ പോലീസുകാർ പറഞ്ഞു വിടുകയും ഞങ്ങൾ 8:45 വരെ അവിടെ പിരിച്ചിരുത്തുകയും 8:45 ശേഷമാണ് അച്ഛൻ്റെ മൊഴി എടുക്കുകയും ചെയ്തത്. മുൻവൈരാഗ്യത്തോടെയാണ് അച്ഛനെ മർദ്ദിച്ചതെന്നും അച്ഛന് ഇനി എന്ന് ജോലിക്ക് പോകാൻ കഴിയുമെന്നറിയില്ലെന്നും പോലീസ് മോശമായാണ് പെരുമാറിയതെന്നും മകൻ വ്യക്തമാക്കി. പരിക്കേറ്റ പ്രായമായ അച്ഛനെ മൊഴിയെടുക്കാൻ എന്ന പേരിൽ 4 മണിക്കൂറിലേറെ സ്റ്റേഷനിലെത്തിയതായും ഇതിനിടെ വിളിച്ചു വരുത്തിയ പ്രതിയെ പറഞ്ഞുവിടുകയും ചെയ്തതായും അദ്ദേഹം ആരോപിച്ചു. അച്ഛൻ എക്സ്റേ എടുക്കാൻ ഇറങ്ങിയ നേരത്താണ് പോലീസ് പ്രതിയെ പറഞ്ഞുവിട്ടതെന്നും ബാലകൃഷ്ണന്റെ മകൻ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ആലുവ.